നമസ്കാരം. ഗ്ലോബൽ ബെല്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. യു കെയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കൺസർവേറ്റീവ് ഗവൺമെൻറ് രാജിവെച്ച് പിരിഞ്ഞു പോവുകയും അതിനുശേഷം ജൂലൈ മാസം ഇലക്ഷൻ നടക്കുകയും എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത പോലെ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്തു. കെയർ സ്റ്റാമർ പുതിയ യു കെയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരമേറ്റു. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് യു കെയിൽ സംഭവിക്കുന്നത്? പുതിയ പാർട്ടിയായ ലേബർ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്? അത് മലയാളികളായിട്ടുള്ള നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് നോക്കുന്നത്. അപ്പം ലേബർ ഗവൺമെൻറ് പുതിയ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ യു കെയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുറച്ച് സന്തോഷ വാർത്തകളും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെറ്റീരിയലുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തരത്തിലുള്ള ബെല്ലിൽ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ യു കെയിലുള്ള ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന വളരെ സന്തോഷകരമായ കുറച്ച് വാർത്തകൾ ആദ്യം തന്നെ ഷെയർ ചെയ്യാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പൗണ്ടിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ പൗണ്ടിൻ്റെ റേറ്റ് ഒരു പൗണ്ടിന് 108 രൂപയാണ് നാട്ടിലെ. അപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് കാശ് അയക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസായിട്ടൊക്കെ വന്ന ആളുകൾ, സ്റ്റുഡൻറ്റിൻ്റെ ലോൺ തിരിച്ചടയ്ക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് എടുത്ത ലോണുകൾ അടച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്കണോമിയുടെ ഗ്രോത്ത് ആണ്. എക്കണോമി വളരെ അധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ബൂമാവുകയും ഒരുപാട് ജോലി സാധ്യതകൾ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് യു കെയിൽ ഇപ്പോൾ ഉള്ളത്. റിസഷനിൽ നിന്നെല്ലാം യു കെ കടന്നു. ഇപ്പം യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് യു കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമി നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വിലയും പയ്യെ പയ്യെ കുറയുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി, ഗ്യാസുകളുടെ വില, അതേപോലെ തന്നെ പെട്രോൾ, ഡീസലുകളുടെയൊക്കെ വില പയ്യെ പയ്യെ കുറയുന്നുണ്ട്. അത് ശരിക്കും ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ എക്കണോമി ഗ്രോ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് യു കെയിലുള്ള ഇപ്പം അവിടെ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസസ്. മറ്റ് കാര്യങ്ങളിലൊന്നും ഇപ്പോഴും അനിശ്ചിതത്വം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് ലേബർ ഗവൺമെൻറ്റിനോട് ഇമിഗ്രേഷനെ കുറിച്ചുള്ള, അല്ലെ മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, എന്തൊക്കെ നിയമമാറ്റങ്ങളാണ് അവർ വരുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെ വരുത്താൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു ആണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഈ ജൂലൈ മാസം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ജൂലൈ 17 തീയതിയാണ്. അതായത് ജൂലൈ 17 തീയതിയാണ് ആദ്യമായിട്ട് പാർലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇനിയിപ്പം നാളെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പാർലമെൻറ്റിലായിരിക്കും അവരുടെ പ്രോപ്പർ ഇമിഗ്രേഷനെ ടാക്കിൾ ചെയ്യാനുള്ള റൂൾസ് എന്താണെന്നുള്ള അവർ ഓപ്പണിംഗ് സ്പീച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ആ സമയത്ത് മാത്രം നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ ശരിക്കും ഇവരുടെ ഇമിഗ്രേഷനെ കുറിച്ചിട്ടുള്ള, ലീഗൽ ഇമിഗ്രേഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. പക്ഷേ കെയർ സ്റ്റാമർ വന്ന ഉടനെ തന്നെ അവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കൂടുതലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു എക്കണോമിക് സിറ്റുവേഷനെക്കാട്ടിലും അപ്പുറം ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങളെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ ലേബർ പാർട്ടി നിലവിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം ഋഷി സുനക് വന്നിട്ട് ഒരുപാട് കർശന നിയമങ്ങൾ കൊണ്ടുവന്നു. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യുന്നു, കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യുന്നു, സാലറി ത്രെഷോൾഡ് വർദ്ധിപ്പിക്കുന്നു, ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് അബാൻഡൻ ചെയ്യുന്നു. അതിനകത്തൊന്നും ഓൾമോസ്റ്റ് 90% ജോലികളും എടുത്ത് കളഞ്ഞിട്ടൊരു മൈഗ്രേഷൻ സാലറി ലിസ്റ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും കർശനമായ നിയമ നടപടി കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ കുറഞ്ഞു. അതായത് ഈ കഴിഞ്ഞ ഇത്രയും നാളുകൾ, ആ ഒരു ചെറിയ കാലയളവിനുള്ളിൽ 6 to 7 മാസം കാലയളവിനുള്ളിൽ തന്നെ 35% to 40% ഇമിഗ്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കണക്കുകളാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു രീതി നോക്കിയാൽ ഇമിഗ്രേഷൻ കട്ട് ചെയ്യാൻ വേണ്ടി അവരെ ഈ റൂൾസ് ഹെൽപ്പ് ചെയ്ത്, സ്ട്രിക്റ്റ് റൂൾസ് ഹെൽപ്പ് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയും ഇവിടെ വരുന്ന അസൈലം സീക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ യു കെയിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി, അതായത് അസൈലം സീക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു ലീഗൽ മൈഗ്രേഷൻ ആണ് ഒരു തരത്തിലെങ്കിൽ പോലും ഈ ബോട്ട് ത്രൂ വരുന്ന ആളുകൾ, അതായത് ഇല്ലീഗലായിട്ട് യു കെയിൽ കടന്നിട്ട് യു കെ വന്നതിന് ശേഷം അസൈലം സീക്ക് ചെയ്തിട്ട് ഇവിടുത്തെ, അതായത് അഭയാർത്ഥി വിസ എന്നുള്ള രീതിയിൽ യു കെയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അഭയാർത്ഥികളായിട്ട് യു കെ വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ
UK ഗവൺമെൻറ് ചിലവും കൊടുത്ത് ഇവിടെ താമസിപ്പിക്കണം. കാരണം അവർക്ക് താമസിക്കാനുള്ള വീട് കൊടുക്കണം. വീട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് കൊടുക്കണം. അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അവർക്ക് മാസം ഒരു ജീവിക്കാനുള്ളൊരു എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നോക്കണം. ആ ഒരു ബാധ്യത ഗവൺമെൻറ് എടുക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ്, കൺസർവേറ്റീവ് പാർട്ടി ഗവൺമെൻറ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റവാണ്ട പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ കൊണ്ടുവന്നു. ഈ റവാണ്ട പ്ലാനിനനുസരിച്ചിട്ട്, റവാണ്ട എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ കൺട്രിയെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ബ്രീഫായിട്ട് പറയുകയാണ്. റവാണ്ട എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ കൺട്രിയെ സേഫായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇവിടെ നിന്നുള്ള അസൈലം സീക്കേഴ്സിനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം 100,000-ഓളം ആളുകൾ അസൈലം സീക്ക് ചെയ്തിട്ട് ഇവിടെ UK കറൻ്റ്ലി ഉണ്ട്. അത്ര ആളുകളെ UK നിന്ന് 100,000-ഓളം ആളുകളെ, സ്കിൽഡ് അല്ലാത്ത അഭയാർത്ഥികളായിട്ട് വന്ന ഒരുപാട് ആളുകളെ UK പോക്കറ്റിൽ നിന്ന്, ഇവിടെ ആളുകൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് ആൾക്കാർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാതെ ഇവരെ തീറ്റിപ്പോരുന്നതിന് പകരം ആ ഒരു കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ റവാണ്ട സ്കീം കൊണ്ടുവന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ റവാണ്ട സ്കീം കൊണ്ടുവന്നത്. 2 പ്രാവശ്യം കോടതി പോയി തോറ്റുപോയതിന് ശേഷം റൂളുകളെല്ലാം ചേഞ്ച് ചെയ്ത് അതിന് ഹെൽപ്ഫുള്ളായിട്ട് ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ലോസ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ റൂള് ഋഷിസനൊക്കെ കൊണ്ടുവന്നത്. 1-2 ഫ്ലൈറ്റുകൾ എടുത്ത് പോയിട്ടുണ്ട്, അത്ര ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ UK ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റവാണ്ട പ്ലാൻ അബോളിഷ് ചെയ്തു. എന്നിട്ട് ഈ ബാക്കിയുള്ള ആളുകൾക്ക് അസൈലം സീക്കർ വിസ അപ്ലൈ ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും നോർമൽ പ്രോസസ്സ് പോലെ അസൈലം സീക്കർ വിസ അപ്ലൈ ചെയ്ത് ഇവിടെ അഭയാർത്ഥികളായിട്ട് താമസിക്കാനും തുടരാനും വരുന്നൊരു സാഹചര്യം. അപ്പം ഇത് ശരിക്കും ഈ മൈഗ്രേഷൻ അല്ലേന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും ഒരു അൺസ്കിൽഡ് മൈഗ്രേഷനാണ്. യാതൊരു രീതിയിലും UK എക്കണോമിയെ ഹെൽപ്പ് ചെയ്യാത്ത, UK ഗവൺമെൻറ്റിൻ്റെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ അസൈലം സീക്കർ വിസ. അത് 100,000-ഓളം ആളുകളുണ്ടെന്നുള്ളൊരു റിയാലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത്രയും ആളുകളെ UK നിൽക്കാൻ സമ്മതിച്ചുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കൽ റൈവലറി നമുക്ക് വ്യക്തമായിട്ട് കാണാം. അത് കൺസർവേറ്റീവ് ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്ലാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ലേബർ ഗവൺമെൻറ് താല്പര്യമില്ല. കാരണം അവരുടെ ഒപ്പോസിഷൻ പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റാണ് ഈ പറയുന്ന റവാണ്ട സ്കീം അബോളിഷ് ചെയ്യാൻ അവരെ പ്രചോദിപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ലോസിലും ഒരുപാട് ചേഞ്ചസ് കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ എൻഡ് ഓഫ് ദി ഡേ 5 വർഷത്തിന് ശേഷം ഈ ക്രെഡിറ്റ് മൊത്തവും നോർമലി കൺസർവേറ്റീവ് പാർട്ടിക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് തക്കതായ പൊളിച്ചെഴുത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിനിപ്പം വരും ദിവസങ്ങളിലാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അവർ കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അവരുടെ ലക്ഷ്യം, ആദ്യം ഫോക്കസ് ചെയ്യുന്ന 6 കാര്യങ്ങളെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും ഇമിഗ്രേഷനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. അവർ മെയിനായിട്ടും NHSൻ്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക. കാരണം NHSൻ്റെ കാര്യങ്ങൾ കുറച്ച് നല്ലപോലെ കൊണ്ടുപോകുക, അതുപോലെ ഒരുപാട് പുതിയ വീടുകൾ പണിയുക, അങ്ങനെയുള്ള, അതായത് UK ഹൗസിംഗ് പ്രോബ്ലംസ് ഒഴിവാക്കുക. അപ്പോൾ പിന്നെ അതുപോലെ ഇവിടുത്തെ തെഫ്റ്റും അതേപോലെ തന്നെ പിടിച്ചുപറിയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇമിഗ്രേഷനെ കുറിച്ച് അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം അവർ കയറിയിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വരുന്ന നാളുകളിൽ അവരതിനെക്കുറിച്ച് കൃത്യമായ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. പക്ഷേ ഇവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോ, അതായത് ലേബർ ഗവൺമെൻറ് എലക്ഷനെ മുന്നിട്ട സമയത്ത് അവർ പ്രധാനമായിട്ടും മുന്നിട്ട് വെച്ചിരുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളെ, UK ജീവിച്ച് വളർന്ന ആളുകളെ പഠിപ്പിച്ച് ഇവിടുത്തെ ജോലികൾക്ക് വേണ്ടി പ്രാപ്തരാക്കാന്ന്. പക്ഷേ അതൊരിക്കലും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നേഴ്സിംഗ് അല്ലെ മെഡിക്കൽ സെക്ടറിലാണ് UK ഏറ്റവും കൂടുതൽ വേക്കൻസീസ് നിലനിൽക്കുന്നത്. ഒരു ഇംഗ്ലീഷ് അല്ലെ ഒരു ബ്രിട്ടീഷുകാരനെ പഠിപ്പിച്ച് നേഴ്സ് ആക്കണമെങ്കിൽ കുറഞ്ഞത് 3 വർഷം വേണം. ഈ 3 വർഷം വരെ ഇവിടെയുള്ള വേക്കൻസി അപ്പോൾ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇവിടുത്തുള്ള ആൾക്കാരെ പഠിപ്പിച്ച് പെട്ടെന്ന് ഇവിടുത്തെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുമെന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണെന്ന് ഗവൺമെൻറ്റിനും അറിയാം. പക്ഷേ അവരുടെ ലോങ് ടേം ലക്ഷ്യം അതായിരിക്കുമ്പോൾ തന്നെ ഷോർട്ട് ടേമിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൺസർവേറ്റീവ് പാർട്ടി ഇത്ര സ്ട്രിക്റ്റ് ഇമിഗ്രേഷൻ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് രാജിവെച്ച് പോയി. അപ്പം അവർക്ക് ഇതിൻ്റെ കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യേണ്ടത്. ഇവർക്ക് ഈ നമ്മുടെ മൈഗ്രേഷൻ കുറച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി. പക്ഷേ ആ ബെനിഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വശങ്ങളും ഉണ്ട്. അതായത് ഇത്രയും വേക്കൻസീസ് കവർ ചെയ്യാൻ ആളുകൾ വരാതിരിക്കുക. ബ്രെക്സിറ്റ് നടത്തുന്നതുകൊണ്ടാണ് യൂറോപ്പിൽ നിന്നുള്ള ഫ്രീ ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഈ ജോലികളൊന്നും കവർ ചെയ്യാൻ ആളുകളില്ല. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇഷ്യൂസ് അവർ പ്രോപ്പറായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ ഡയറക്ടേഴ്സും അതേപോലെ തന്നെ ലേബറിൻ്റെ ട്രേഡ് യൂണിയൻസും പലപ്പോഴായിട്ട് ഗവൺമെൻറ്റിനോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ നാഷണൽസിനെ ഹയർ ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണം. അപ്പം അതിന് അതായത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരു സിസ്റ്റത്തെ അബ്യൂസ് ചെയ്ത് അതായത് ഇവിടുത്തെ ഇപ്പം നമുക്ക് തന്നെ അറിയാം സിസ്റ്റം അബ്യൂസ് എന്ന് പറഞ്ഞാൽ പല ആളുകൾ സിസ്റ്റം അബ്യൂസ് എന്ന് ഒക്കെ കാണുമ്പം എന്ത് സിസ്റ്റം അബ്യൂസ് ആണെന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ കെയർ വിസ ഉണ്ടെന്ന് പറഞ്ഞ് വിസ അടിച്ചിട്ട് വന്നിട്ട് ജോലിയില്ലാതെ വിസ മാത്രമായിട്ട് ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പല ആളുകളും ഇത് മനഃപൂർവ്വം വരുന്നതല്ല, പക്ഷേ അവരുടെ സാഹചര്യം കൊണ്ട് പലരും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ അവർ അറിവില്ലായ്മ കൊണ്ടോ വന്നെത്തുന്നതാണ്. പക്ഷെ അവരിവിടെ വന്നു കഴിയുമ്പോൾ അവർ ശരിക്കും ചെയ്യുന്നത് ഈ ഒരു ഇമിഗ്രേഷൻ റൂളിൻ്റെ ഒരു സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യൽ തന്നെയാണ്. സോ ആ അബ്യൂസ് ചെയ്യൽ നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ റിസഷൻ കാലയളവിലും കോവിഡ് സമയത്തും UK എന്ന് പറഞ്ഞ രാജ്യത്തെ പിടിച്ചു നിർത്തിയ എക്കണോമിക് ബാലൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആയിരുന്നു. ബില്യൺസ് ഓഫ് പൗണ്ട്സ് ആണ് UK സ്റ്റുഡൻസ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള പോലെ പണ്ട് ചൈനീസ് ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതലും UK വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ വലിയൊരു കുത്തൊഴുക്കാണ്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ UK വന്നിട്ടുണ്ട്. സോ അത്രയും ബില്യൺസ് ഓഫ് പൗണ്ട്സ് UK കൊണ്ടുവന്നത് സ്റ്റുഡൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും UK ഈ പറഞ്ഞ റിസഷനിൽ നിന്ന് കടന്നിട്ട് എക്കണോമിക്കലി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ഗവൺമെൻറ് തികച്ചും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കമ്പയർഡ് ടു പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വളരെ കുറച്ച് സ്റ്റുഡൻസ് ആണ് UK അപ്ലൈ ചെയ്യുന്നത്. അപ്പം UK അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇല്ലെന്നല്ല, UK അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് സ്റ്റിൽ എ ലാർജ് നമ്പർ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ബില്യൺസ് ഓഫ് പൗണ്ട്സ് UK കൊണ്ടുവരുന്ന ലെവലിലുള്ള അത്രയും സ്റ്റുഡൻസ് UK പഠിക്കാൻ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് UK എക്കണോമിയിലേക്ക് വരുന്ന ഒരു ഇൻകത്തെയാണ് അവർ തടഞ്ഞത്. കാരണം അത്രയും ഇപ്പം ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സ്കിൽഡ് വർക്കർ ആ വിസ കിട്ടാനുള്ള സാലറി ത്രഷോൾഡിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉള്ളതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസ് UK വരാൻ മടിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടത് പുതിയ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. പഴയ ഗവൺമെൻറ്റിന് വളരെ കുറച്ച് നാളുകൾ മാത്രം മുന്നോട്ടുള്ളായിരുന്നു. അവർക്ക് പേപ്പറിൽ അല്ലെങ്കിൽ ഓൺ നമ്പേഴ്സ് ഓൺ ഫിഗേഴ്സിൽ എത്രത്തോളം ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ ആ ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് ഉണ്ട്. സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നൊരു സ്ഥലത്തുനിന്ന് ഇത്ര ആളുകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, ആ കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യേണ്ടതും അത് അഡ്രസ്സ് ചെയ്യേണ്ടതും പുതിയ ഗവൺമെൻറ്റാണ്. സോ അതുകൊണ്ട് തന്നെ അവരതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസും ആക്ഷൻസും ഒക്കെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ലേബർ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി, ഈ കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളും അങ്ങനെ ഒത്തിരി സ്കോളേഴ്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി. ഒരു വലിയ ബോഡിയാണ്. അപ്പോൾ ഈ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി റിവ്യൂ തേടിയേക്കാണ്. അതായത് ഈ സിസ്റ്റം അബ്യൂസ് ചെയ്യാതെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസും അതേപോലെ തന്നെ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസും അവരെ അലൗ ചെയ്താൽ എത്രത്തോളം UK ബെനിഫിഷ്യൽ ആവും എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയായിട്ട് ഒരു സജഷൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ റിവ്യൂ പ്രോസസ്സ് ഒരു ലോങ് ടൈം ആണ്. ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലായിരിക്കും അതിനെ ടാക്ടിക്കലായിട്ട് നേരിടാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട് അവർ വരുന്നത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളതും എൻ്റെ പല സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനെയും അതേപോലെ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെയും ബാൻ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ അഡീഷണൽ ലേയേഴ്സ് ഓഫ് റൂൾസ് വെച്ചാൽ മതി. അതായത് അത് അവർ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ ഷെയർ ചെയ്യുമ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു ഈ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനോ അല്ലെങ്കിൽ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനോ അവർക്കൊന്നെങ്കിൽ മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുക. അതേപോലെ തന്നെ അവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ IELTS മാൻഡേറ്ററി ആണെന്ന് വെക്കുക. അപ്പം തന്നെ എത്രയോ ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാകും. അതായത് ക്വാളിറ്റി ഇല്ലാത്തതെന്ന് UK ഗവൺമെൻറ് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യുന്നെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന എത്രയോ ഡിപ്പെൻഡൻസ് ഇതിൽ നിന്ന് മാറും. അപ്പം ബേസിക് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനും IELTS പോലത്തെ കോമ്പറ്റേറ്റീവ് ഇംഗ്ലീഷ് എക്സാം പാസ് ചെയ്യാനും പറ്റുന്ന ഒരു ആൾ UK വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട്
ഓപ്ഷൻസ് UK ഗവൺമെൻറ് കൺസിഡർ ചെയ്യാനുണ്ട്. അതായത് പല ലേയേഴ്സ് ഓഫ് റെസ്ട്രിക്ഷൻസ് വെക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ബാനിങ് ഡിപ്പെൻഡൻസ് ദേ ക്യാൻ ആഡ് സം ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ അതൊരു പോസിബിലിറ്റി, അങ്ങനത്തെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. ചിലർ പറയുന്നുണ്ട് ചില കൺട്രീസിൽ നിന്നുള്ള ആളുകളുടെ ഡിപ്പെൻഡൻസിനെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു റേസിസം ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതൊരിക്കലും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് എത്തുകയും അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം ഇത്രയും മോഡേൺ കാലഘട്ടത്തിൽ റേസിസം വളരെയധികം പ്രൊമോട്ട് ചെയ്യാത്തൊരു രാജ്യമാണ് UK. അതുകൊണ്ട് തന്നെ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന കൂട്ടുള്ള ഓപ്ഷൻസ് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കുറേ അധികം ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി തുറന്നിടുവാണ്. അതേപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുടെ ഓപ്പർച്യൂണിറ്റി അടയ്ക്കുകയും ചെയ്യുവാണ് അറ്റ് ദ സെയിം ടൈം. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കെയർ സ്റ്റാമറിൻ്റെ ഗവൺമെൻറ്, അതായത് ലേബർ ഗവൺമെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് UK ഇപ്പോൾ കറണ്ട്ലി നടക്കുന്ന ചർച്ചകളും അതേപോലെ തന്നെ തോട്ട് പ്രോസസ്സുകളും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ വരുന്ന അപ്ഡേറ്റ്സ് അതാത് സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ എത്തിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ വളരെ ചെറിയ റിക്വസ്റ്റാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെഡിറ്റേനുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.